അവർ തന്തവൈബ് എന്നൊക്കെ പറഞ്ഞ് ബാപ്പാനെ ഉമ്മാരൊക്കെ മാറ്റിയെടുത്ത മക്കളില്ലേ? വീട്ടിലേക്ക് ചില ഗസ്റ്റൊക്കെ വരുമ്പോൾ, ഫ്രണ്ട്സൊക്കെ കടന്നു വരുമ്പോൾ, ഇതാണ് എൻ്റെ ഉപ്പ, കർഷകനായ ഉപ്പ, ചുക്കിച്ചുളങ്ങിയ തൊലിയുള്ള എൻ്റെ ഉപ്പ, കറുത്തിരുണ്ട മുഖമുള്ള എൻ്റെ ഉപ്പ, ഇതെൻ്റെ ഉപ്പയാണ് എന്ന് പറഞ്ഞാൽ അന്തസ്സും അഭിമാനവും അനുവദിക്കാത്ത മക്കള് ഇല്ലേ? ചില അങ്ങനെ തോന്നാറില്ലേ? കാണിച്ചു കൊടുക്കണം, ഈ ഉപ്പയാണ് എന്നെ ഉപ്പയാക്കിയത്. ആ ഉപ്പ ഇല്ലാതായെങ്കിലേ അപ്പോഴേ അറിയുള്ളൂ ഒരു ഉപ്പയുടെയും ഉമ്മയുടെ ഒക്കെ വിധികളും വിലക്കുകളും പാലിക്കുന്നതിലാണ് നമ്മുടെ ഇഹപര വിജയം കിടക്കുന്നത് എന്ന ഓർമ്മ നമുക്കുണ്ടാവണം. അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്ക് ഇഹത്തിലും പരത്തിലും രക്ഷപ്പെടുക സാധ്യമല്ല. ഭൗതികമായി നോക്കുമ്പോൾ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരൊക്കെ രക്ഷപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ടാകും. ഇനി ഇഹത്തിൽ രക്ഷപ്പെട്ടാൽ തന്നെ പരലോകത്ത് ഒരിക്കലും അവർ രക്ഷപ്പെടാൻ പോണില്ല. അപ്പം നമുക്ക് ദുനിയാവിൽ സമാധാനവും പരലോകത്ത് ശാശ്വതമായ ജീവിതവും കൈവരിക്കാൻ അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും സൂക്ഷിച്ച് പാലിക്കുക എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് ആദ്യം എന്നോടും ശേഷം നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കുന്ന അവൻ്റെ യഥാർത്ഥ അടിമകളിൽ ഇബാദുർ റഹ്മാൻ എന്ന് വിശേഷിപ്പിച്ച പരമകാരുണികനായ അള്ളാഹുവിൻ്റെ ദാസന്മാരിൽ അള്ളാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അവൻ സന്തോഷവും സമാധാനവും എപ്പോഴും ഉണ്ടാക്കി തരുമാറാകട്ടെ. മാനസികമായും ശാരീരികമായും സാമ്പത്തികമായുമുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹു തആല നമ്മുടെ നാട്ടിൽ സമാധാനമുണ്ടാക്കി തരുമാറാകട്ടെ. ഒരു മഹല്ലിൽ സമാധാനമുണ്ടാവുക എന്നുള്ളത്, നല്ല സ്വസ്ഥതയുള്ള ഒരു മഹല്ലായി തീരുക എന്നുള്ളത് വലിയ ഒരു ഭാഗ്യമാണ്. അவ்விധം നമ്മുടെ മഹല്ലിനെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നാട്ടിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ ഒരു നാട്ടിലെ അടിസ്ഥാന യൂണിറ്റ് കുടുംബമാണ്. ആ കുടുംബം എന്ന് പറഞ്ഞാൽ തന്നെ സാധാരണ നമ്മൾ ഒരുപാട് നിക്കാഹിൻ്റെ ഖുതുബകളിലൊക്കെ കേൾക്കാറുള്ളതാണ്, കൂടിച്ചേരുമ്പോൾ ഇമ്പമുള്ളതാണല്ലോ കുടുംബം. കൂടുതൽ ഇമ്പമുള്ളതിനാണ് കുടുംബം എന്ന് മലയാളത്തിൽ പറയുക, അല്ലെങ്കിൽ കൂടുതൽ ഇമ്പമുള്ളത് എന്നും പറയാറുണ്ട്. അതുണ്ടാകുമ്പോഴാണത് കുടുംബമാകുന്നത്. അങ്ങനെ ഇമ്പമുള്ള പല കുടുംബങ്ങൾ ചേരുമ്പോഴാണ് നാട്ടിൽ സമാധാനം ഉണ്ടാവുക. അതുകൊണ്ട് കുടുംബവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഏതാനും ഖുതുബകളിൽ പറയാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ തുടർച്ചയായി അത് മുടങ്ങാതെ നേരത്തെ തന്നെ വന്ന് കേൾക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ കുടുംബങ്ങളെ കുടുംബം തന്നെ ആക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ സൂറത്തുൻ നിസാ, അതിൻ്റെ 1-ാമത്തെ ആയത്താണ് നമ്മൾ തുടക്കത്തിൽ ഓതിയത്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, മുസ്ലിമീങ്ങളെ എന്നല്ല, എല്ലാ മനുഷ്യർക്കും അനിവാര്യമായ ഒന്നാണ് കുടുംബത്തിൻ്റെ ഭദ്രത എന്ന് പറയുന്നത്. അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇത്തഖു റബ്ബക്കും, നിങ്ങളുടെ നാഥനെ നിങ്ങൾ സൂക്ഷിക്കുക, റബ്ബിനെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുക. ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും മതം ഉള്ളവനും ഇല്ലാത്തവൻ്റെ ഒക്കെ റബ്ബ് ഒന്നാണ്. ആളുകൾ പല കല്ലുകളെയും മരങ്ങളെയും ഒക്കെ ആരാധിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് വേറെ വിഷയം. പക്ഷെ എല്ലാവരെയും സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ് ഒന്നാണ്. എല്ലാവരുടെയും റബ്ബ് ഒന്നാണ്. ആ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുക. അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, അവനാണ് നിങ്ങളെ ഒരൊറ്റ ശരീരത്തിൽ നിന്ന് സൃഷ്ടിച്ചത്. നമ്മളെല്ലാവരും ആദം അലൈഹിസ്സലാമിൽ നിന്നുള്ളവരാണ്. ആദം നബിയുടെ മക്കളും മക്കളുടെ മക്കളൊക്കെ ആയിട്ട് ഉണ്ടായവരാണ് നമ്മളെല്ലാം.
അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വ ഖലഖ മിൻഹാ സൗജഹ. എന്നിട്ട് ആ ഒരൊറ്റ ശരീരത്തിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അതിൻ്റെ സൗജിനെ സൃഷ്ടിച്ചു. സൗജി എന്ന് പറഞ്ഞാൽ ഇണ. മലയാളത്തിൽ നമ്മൾ ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറയാറുണ്ട്. തൽക്കാലം മനസ്സിലാകാൻ വേണ്ടി അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. എന്നല്ലാതെ ഭാര്യ ഭർത്താവ് എന്ന ഒരു സങ്കല്പത്തോട് ഇസ്ലാം യോജിക്കുന്നില്ല. ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവളാണ്, ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവനാണ്. അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇസ്ലാമിലില്ല. ഇസ്ലാം സൗജ്, ഭാര്യക്കും സൗജി എന്ന് തന്നെയാണ് പറയുക, ഭർത്താവിനും സൗജി എന്ന് തന്നെയാണ് ഉപയോഗിക്കുക. ഭാര്യക്ക് വേണമെങ്കിൽ ഒരു താ കൂട്ടി സൗജത്ത് എന്നുകൂടി പറയാം, അത് പറയണമെന്നില്ല. ഇവിടെ നോക്ക്, ഖലഖ മിൻഹാ സൗജഹ, കണ്ടില്ലേ? ആദം നബിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിനുള്ള സൗജിനെയും സൃഷ്ടിച്ചു. സൗജ് എന്ന്, സൗജത്ത് എന്ന് പറയാതെ സൗജ് എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. ഇണ എന്നാണ് അതിൻ്റെ അർത്ഥം. ഭാര്യക്കും ഭർത്താവിനും, ഞാൻ പറഞ്ഞു ഈ ഭാര്യ ഭർത്താവ് എന്നുള്ളത് നമ്മൾ മലയാളികളായതുകൊണ്ടും മലയാളത്തിൽ മനസ്സിലാകാൻ വേണ്ടി മാത്രം നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നതാണ്. ഏതുമാകട്ടെ, ആ ഭാര്യയെ, ഇണയെ അല്ലാഹു തആല ആ പുരുഷനിൽ നിന്ന് സൃഷ്ടിച്ചു. നമുക്കറിയാം ആദം നബിയിൽ നിന്നാണ് അല്ലാഹു തആല ഹവ്വ ബീവിയെ സൃഷ്ടിച്ചത്. വഖലഖ മിൻഹാ, പിന്നെ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. എന്നിട്ട് ഈ രണ്ടാളിലൂടെ, ഈ ആദം നബിയിലൂടെയും ഹവ്വ ബീവിയിലൂടെയും ധാരാളം സ്ത്രീ പുരുഷന്മാരെ അവൻ സമൂഹത്തിൽ ഉണ്ടാക്കി. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. അവരിലൂടെയാണ്, ആദം നബിയിലൂടെയും ഹവ്വ ബീവിയിലൂടെയുമാണ് ലോകത്ത് സ്ത്രീ പുരുഷന്മാരുണ്ടായത്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, ഞാൻ അതൊന്നും പറയാൻ വേണ്ടിയല്ല ഈ പറയുന്നത്, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി, നിങ്ങൾ അള്ളാഹുവിനെ തഖ്വ ചെയ്യണം. ആ പ്രയോഗം നമ്മൾ ശ്രദ്ധിക്കണേ. നിങ്ങൾ അള്ളാഹുവിനെ തഖ്വ ചെയ്യണം. വൽ അർഹാമ, കുടുംബത്തെയും നിങ്ങൾ തഖ്വ ചെയ്യണം. കുടുംബത്തെയും നിങ്ങൾ സൂക്ഷിക്കണം. തഖ്വ ചെയ്യാന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുക. അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നതിനോട് ചേർത്ത് പറഞ്ഞതാണ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് പോലെ നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഏതാനും ഖുതുബയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് പറയാൻ കാരണം, പല കുടുംബവും ഇന്ന് കുടുംബമല്ല. കുടുംബകലഹം എന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ പറയാൻ പറ്റുമോ? കുടുംബകലഹം, കുടുംബം എന്ന് പറഞ്ഞാൽ ഇമ്പമുള്ളത് എന്നാണ്. കലഹമില്ലാത്തതിനാണ് കുടുംബം എന്ന് പറയാ. കലഹമുണ്ടെങ്കിൽ പിന്നെ അത് കുടുംബമല്ല. അപ്പൊ കുടുംബ കലഹം എന്ന വാക്ക് യോജിക്കുന്നില്ല. എന്ന് കലഹമില്ലാതാകുന്നുവോ അത് കുടുംബമാകുന്നു. എന്ന് കലഹം ഉണ്ടാകുന്നുവോ അപ്പോൾ അത് കുടുംബമല്ലാതെയായി മാറുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് കുടുംബം? നമ്മൾ വീടിന് എന്താ അറബിയിൽ പറയാ? എല്ലാവർക്കും അറിയാം, വീട് എന്നതിന് അറബിയിൽ ബൈത്തുൻ എന്നാണ് പറയാ. വേറെയും വാക്കുണ്ട്. ബൈത്തുൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കല്ല്, മണ്ണ്, കമ്പി, ഇഷ്ടിക ഇതൊക്കെ വെച്ച് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിന് ബൈത്തുൻ എന്ന് പറയും. ഇനി ഇതും വേണമെന്നില്ല. എട്ടുകാലിയുടെ വീടില്ലേ, ഇന്ന ഔഹനൽ ബുയൂത്തി ലബൈത്തുൽ അങ്കബൂത്ത്. ഖുർആൻ പറഞ്ഞു വീടുകളിൽ ഏറ്റവും ദുർബലമായ വീട് എട്ടുകാലിയുടെ വീടാണ്. എട്ടുകാലിയുടെ വീട് കമ്പിയില്ല, ഇഷ്ടികല്ല, മണ്ണില്ല, കല്ലില്ല, ഒന്നുമില്ല. എന്നിട്ട് അതിനെപ്പോലും അല്ലാഹു തആല പറഞ്ഞത് ബൈത്ത് എന്നാണ്. ലബൈത്തുൽ അങ്കബൂത്ത്, അങ്കബൂത്തിന്റെ വീട്. അപ്പോൾ ഒരു പാർപ്പിടം എന്ന അർത്ഥത്തിലാണ് ബൈത്ത് ഉപയോഗിക്കുക. ആ അർത്ഥത്തിൽ കല്ലും മണ്ണും കമ്പിയും കല്ലും എല്ലാം ഉപയോഗിച്ചുണ്ടാക്കിയ നമ്മുടെ വീടൊക്കെ ബൈത്താണ്, വീടുകളാണ്. പക്ഷെ ഇസ്ലാമിക കൺസെപ്റ്റിൽ, കാഴ്ചപ്പാടിൽ ബൈത്തിനെ, വീടിനെ മസ്കനി എന്ന് പറയാം. വമസാകിന ത്വയ്യിബതൻ എന്ന് ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. മസ്കൻ എന്ന് പറയാം. അപ്പം നമ്മുടെ വീട് മസ്കനാണോ അല്ലേ എന്ന് ഓരോരുത്തരും ആലോചിക്കണം. മസ്കനാണെങ്കിൽ അൽഹംദുലില്ലാ, മസ്കൻ അല്ലെങ്കിൽ വെറും ഒരു ബൈത്താണെങ്കിൽ എങ്ങനെ അത് മസ്കനാക്കി മാറ്റാം? അതിനെന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? മസ്കൻ എന്ന് പറഞ്ഞാൽ എന്താ? സമാധാനമുള്ള സ്ഥലം എന്നാണ് മസ്കൻ എന്ന വാക്കിൻ്റെ അർത്ഥം.
ഒരു വീട്ടിൽ സമാധാനമുണ്ടെങ്കിൽ അതിനെ മസ്കൻ എന്ന അറബിയിൽ ഉപയോഗിക്കാൻ കഴിയും. നമ്മുടെ വീടുകൾ മസ്കനുകളാകണം. ആദം അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞു, യാ ആദമു ഉസ്കുൻ അന്ത വ സൗജുകൽ ജന്ന. ആദമേ, നീയും നിന്റെ ഇണയും കൂടി ഈ സ്വർഗത്തിൽ സമാധാനത്തോടു കൂടി പാർത്തുകൊള്ളുക. ഇപ്പൊ സമാധാനത്തോടു കൂടി പാർക്കുന്ന സ്ഥലത്തിനാണ് മസ്കൻ എന്ന് പറയുക. സക്കീനത്ത്, സമാധാനത്തിന് അറബിയിൽ സക്കീനത്ത് എന്ന് പറയും. എങ്ങനെയാ വീടുകളിൽ സമാധാനം ഉണ്ടാകുക? പല വീടുകളിലും സമാധാനമില്ല, സ്വസ്ഥതയില്ല. ഒന്നുകിൽ ശാരീരികം, അല്ലെങ്കിൽ മാനസികം, അല്ലെങ്കിൽ സാമ്പത്തികം. ഇത് മൂന്നുമാണല്ലോ പ്രധാനപ്പെട്ട സംഗതി. സാമ്പത്തികമായി കടം കയറിയ, കടം കൊണ്ട് പൊറുതിമുട്ടുന്ന, അതുവഴി സമാധാനം നഷ്ടപ്പെട്ട ആളുകളാണ് കുറേ ആളുകൾ. അപ്പൊ അത് പരിശോധിക്കണം. എങ്ങനെയാണ് കടം കയറുന്നത്? പല കാരണങ്ങളാൽ ഉണ്ടാകാം. ദൂർത്തടിച്ചു, പിന്നെ വരവ് കണക്കാക്കാതെ ചിലവഴിച്ചു. ഇതൊക്കെ കാരണങ്ങളാകാമല്ലോ. ആവശ്യത്തിലേറെ ചിലവഴിച്ചു. ആവശ്യം, അത്യാവശ്യം, അനാവശ്യം. നമ്മുടെ ആവശ്യങ്ങളെ 3 കാറ്റഗറിയിൽ നമ്മൾ തിരിക്കണം. ഇപ്പൊ പണം ചെലവഴിക്കുന്നത് ആവശ്യത്തിനാണോ, അത്യാവശ്യത്തിനാണോ, അതല്ല അനാവശ്യമാണോ? ഇൻഷാ അല്ലാഹ് അതൊക്കെ പിന്നീട് പറയാം. അങ്ങനെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആളുകൾ ഒത്തിരിയുണ്ട്. സാമ്പത്തികമായി ബുദ്ധിമുട്ടിയാൽ ആ വീട്ടിൽ സമാധാനം ഉണ്ടാകൂല. അപ്പൊ അതിനെ മസ്കൻ എന്ന് പറയില്ല. പിന്നെ ശാരീരികമായി പ്രയാസങ്ങളുള്ളവരുണ്ട്. രോഗങ്ങൾ അതിൽ പ്രധാന ഘടകമാണ്. അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് സാമ്പത്തിക പ്രയാസത്തിലേക്ക് നയിക്കും, അത് മാനസിക പ്രതിസന്ധിയിലേക്ക് നയിക്കും. അപ്പൊ അതുവഴി അത് മസ്കനല്ലാതായി മാറും. പടച്ചോൻ കാത്തു രക്ഷിക്കുമാറാകട്ടെ. പല ആളുകളും നമ്മൾ ഈ കാണുന്ന പോലെ അല്ല. ചെക്കന്മാരൊക്കെ അല്ലേ ബൈക്കൊക്കെ എടുത്തിട്ട് പിന്നെ കറങ്ങാൻ പോകും, വലിയ സോട്ടും കൂട്ടൊക്കെ ഇട്ട് കറങ്ങുന്നുണ്ടാവും. പക്ഷേ ഉള്ളു പൊള്ളയായിരിക്കും പലരുടെയും. വീട്ടിലൊരു സമാധാനമില്ല ഉസ്താദെ. ചിലപ്പോൾ വാപ്പാനെ കൊണ്ട് സ്വസ്ഥതയില്ല. എത്ര വീടുകളിൽ എത്ര മക്കൾ അങ്ങനെ പറയാറുണ്ട്. വാപ്പ ഒന്ന് മൈൻഡ് പോലും ചെയ്യൂല. വാപ്പ മോനേന്ന് വിളിച്ചിട്ട് വർഷങ്ങളായി, ചെറുപ്പത്തിലും അങ്ങാനും വിളിച്ചിട്ടുണ്ടാകും. മോനെ, മോളെ എന്ന് സ്നേഹത്തോടു കൂടി ഒരു വിളി വാപ്പയിൽ നിന്ന് കേൾക്കാൻ കൊതിക്കുന്ന മക്കളുണ്ട്. ഉമ്മാനെ കൊണ്ട് സമാധാനമില്ലാത്ത കുടുംബങ്ങളുണ്ട്. ഉമ്മാനെ കൊണ്ട് എടങ്ങറായിപ്പോയി. ഉമ്മ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ചീത്ത പറയുന്ന ഉമ്മ. 24 മണിക്കൂറും മൊബൈലിലാണ്. വാപ്പാരും അങ്ങനെ തന്നെയാണ്. പിന്നെന്തിനാ മക്കളെ ഉപദേശിക്കുന്നത്? മക്കളോടെന്തിനാ വയല് പറയുന്നത്? അപ്പോൾ വാപ്പ കാരണം കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ട ഒത്തിരി മക്കളുണ്ട്. ഉമ്മ കാരണം സ്വസ്ഥത പോയവരുണ്ട്. ഇനി മക്കൾ കാരണം എല്ലാം ഓക്കെയാണ്. മക്കൾ നമ്മൾ വിചാരിച്ച വഴിയിൽ കിട്ടിയില്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അവരെ വളർത്തിയത്. ഇങ്ങനെ പല നിലക്കും ഒന്നല്ലെങ്കിൽ ഒന്ന് പല കുടുംബങ്ങളിലും സംഭവിക്കുന്നു. ആ കുടുംബങ്ങളിൽ സമാധാനമില്ല. അപ്പോൾ പിന്നെ സമാധാനം കിട്ടാൻ എന്ത് ചെയ്യും? 2 മണിയും 1 മണി വരെയൊക്കെ ക്ലബിലായിരിക്കും. ക്യാരം ബോർഡ് കളിച്ചു, മൊബൈലിൽ നോക്കിയിരുന്നു. ഉറക്കം വരുമ്പോൾ വീട്ടിലേക്ക് പോകും. വീട്ടിൽ പോയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങും. ഇങ്ങനെയാണ് പല ആളുകളും. പെണ്ണുങ്ങൾക്കാണെങ്കിൽ പിന്നെ മൂപ്പര് വിളിക്കൂല. ഇനി ഗൾഫിൽ നിന്ന് വിളിച്ചാൽ തന്നെ മൂപ്പർക്ക് 4 ചീത്ത പറയാനേ നേരണ്ടാവുള്ളൂ. വിളിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല വാക്ക് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരൊന്ന് കേൾക്കുന്ന ഒരാളുണ്ടായാലും മതി. ഭർത്താവിന് അതിന് സൗകര്യമില്ല. അപ്പോൾ പിന്നെ മൊബൈലിൽ റീലൊക്കെ കണ്ടിരുന്ന്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും മിസ് കോൾ വന്നപ്പോൾ, ഒരു മെസ്സേജ് വന്നപ്പോൾ അതിന് റിപ്ലൈ ചെയ്തു. അങ്ങനെ പോയി അവിടെ നിന്നൊരു സുഖവും സമാധാനവും കണ്ടെത്തുന്ന ഭാര്യമാർ. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ പല രീതിയിലും പല കുടുംബം. ഞാൻ ഇൻഷാ അല്ലാഹ് ഓരോന്നും എങ്ങനെ ഒരു നല്ല ഭർത്താവാകാം, എന്തെല്ലാം കാര്യങ്ങൾ ഒരു ഖുതുബയിൽ എത്രത്തോളം പറയാൻ കഴിയുമെന്നുള്ളത് അറിയാവുന്നതാണ്. എങ്കിലും ചുരുക്കി പറയും. എങ്ങനെ ഒരു നല്ല ഭാര്യയാകാം, എങ്ങനെ ഒരു നല്ല ഉപ്പയാകാം, എങ്ങനെ ഒരു നല്ല ഉമ്മയാകാം. ഇത്രയും കാര്യങ്ങളെങ്കിലും 3-4 ആഴ്ചകളിലായിട്ട് ഇൻഷാ അല്ലാഹ് പറയണം. അപ്പം ഇസ്ലാം പറയുന്ന രീതിയിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സ്വസ്ഥത ഉണ്ടാവും, ഉറപ്പാണ്. സമാധാനമുണ്ടാകും. ഇപ്പൊ കുടുംബത്തെ വൽ അർഹാം,
കുടുംബത്തെ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പ്രത്യേകം നിർദ്ദേശിച്ചു. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. അല്ലാഹു തആല ഈ ചുമതല ഏൽപ്പിച്ചിട്ട് അല്ലാഹു തീർച്ചയായും നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, കുല്ലുക്കും റാഇൻ, എല്ലാവരും എന്ന് പറഞ്ഞാൽ ഒരാളും ഒഴിവില്ല. സ്ത്രീയോ പുരുഷനോ ഉമ്മയോ വാപ്പയോ മക്കളോ ആരും ഒഴിവില്ല. കുല്ലുക്കും, നിങ്ങളെല്ലാവരും റാഇൻ, ഓരോ ചുമതലകളുള്ളവരാണ്. കുടുംബത്തിൽ എല്ലാവർക്കും ചുമതലയുണ്ട്, ഓരോന്നല്ല. ഒരാൾക്ക് തന്നെ 2-3 വകുപ്പുകളുണ്ട്. ഇപ്പൊ എന്നെപ്പോലുള്ള ആളുകൾക്ക് ഒരു വകുപ്പ് എന്താ? വാപ്പയാണ്. ഇപ്പോൾ വാപ്പ എന്ന റോളിൽ ഞാൻ നല്ല ഒരു വാപ്പയാകണം. നല്ല വാപ്പ അഭിനയിച്ചാൽ പോരെ, യഥാർത്ഥത്തിൽ ഞാൻ നല്ല വാപ്പ. എൻ്റെ മക്കള് ഞാനില്ലാത്ത സമയത്ത് എന്നെക്കുറിച്ച് നല്ല സർട്ടിഫിക്കറ്റ് നൽകണം. വാപ്പാനെ കുറിച്ച് ചോദിച്ചാൽ അടിപൊളിയാണ് എന്ന് മക്കള് മനസ്സിൽ തട്ടി പറയണം വാപ്പാനെ കുറിച്ച്. അപ്പോൾ വാപ്പ എന്നൊക്കെ ഞാൻ വിജയിച്ചു, ഞാൻ നല്ലൊരു വാപ്പയാണെങ്കിൽ അതേ എനിക്ക് തന്നെ ഞാൻ ഒരു മകനാണ്. എൻ്റെ മറ്റൊരു ചുമതല, ഞാൻ മകൻ എന്ന ചുമതലയുണ്ട്. അത് വാപ്പ എന്നതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒന്നാണ് മകൻ എന്ന നിലക്ക് ഞാൻ എൻ്റെ മാതാപിതാക്കളോട് എങ്ങനെ വർത്തിക്കണം, അതെൻ്റെ ചുമതലയാണ്. തീർന്നില്ല, ഞാൻ ഒരു ഭർത്താവാണ്. വാപ്പ എന്നുള്ള റോള് മാറി, ഭാര്യയുടെ മുന്നിലെത്തുമ്പോൾ ഞാൻ ഭർത്താവാണ്. അപ്പോൾ ഭാര്യയോട് എനിക്ക് ഇന്ന ചുമതലകളൊക്കെ ഉണ്ട്, ഞാൻ നല്ല ഒരു ഭർത്താവായിരിക്കണം. തീർന്നില്ല, ഞാൻ നല്ലൊരു സഹോദരനാണ്. ഇതെല്ലാം ക്ലിയറായി. ഭാര്യനോട് നന്നായി പെരുമാറും, മാതാപിതാക്കളോട് നന്നായി വർത്തിക്കും, കുട്ടികളോട് നന്നായി പെരുമാറും. പക്ഷേ അനക്കൂല്ലടോ, പെങ്ങന്മാരൊക്കെ ജേട്ടൻ അനുജനൊക്കെ ഇല്ലേ, അവരോട് നീ എങ്ങനെയാ പെരുമാറുന്നത്? അവർക്ക് നൽകേണ്ട അവകാശങ്ങൾ കൂടി എടുത്തിട്ടാണോ നീ കെട്ടിയാൾക്ക് കൊടുത്തത്, മാതാപിതാക്കൾക്ക് നൽകിയത്? എങ്കിലത് റോങ്ങാണ്. അപ്പോൾ വാപ്പ എന്ന നിലക്ക്, ഭർത്താവ് എന്ന നിലക്ക്, സഹോദരൻ എന്ന നിലക്ക് ഒക്കെ എനിക്ക് നിങ്ങൾക്ക് ചുമതലയുണ്ട്. ഇത് കേൾക്കുന്ന സഹോദരിമാർ നേരെ മറിച്ച് ചിന്തിച്ചോളൂ. സഹോദരിമാർ ഒരു നല്ല ഭാര്യയാകണം, ഒരു നല്ല ഉമ്മയാകണം, ഒരു നല്ല മകളാകണം. സഹോദരിമാർക്കും ചുമതലയുണ്ട്, എല്ലാവർക്കും. കുല്ലുക്കും റാഇൻ, നിങ്ങളെല്ലാവരും ചുമതലയുള്ളവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതി, എല്ലാവരും അവരുടെ ചുമതലകളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. എല്ലാവരോടും ചോദിക്കും. കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതി, എല്ലാവരും അവരുടെ ചുമതലകളെ കുറിച്ച് ചോദിക്കപ്പെടും. അള്ളാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും. ഭർത്താവ് എന്ന നിലക്ക് നീ എങ്ങനെയായിരുന്നു? നീ ഭാര്യക്ക് ചില ആളുകൾ കല്യാണം കഴിച്ച് കൊടുന്നിട്ട് പെണ്ണിനോട് പറയും, എൻ്റെ ഉമ്മ വരച്ച വരയിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്നാൽ മതി. അവിടെ നിന്ന് തുടങ്ങിയില്ലേ പ്രശ്നം? ഉമ്മ അങ്ങനെ ഒരു വര ഉണ്ടോ ഇസ്ലാമിൽ? ഉമ്മ വരച്ച വര, ഉമ്മക്കായിട്ട് അങ്ങനെ വര വരക്കാൻ സ്വാതന്ത്ര്യം ഇസ്ലാം നൽകിയിട്ടുണ്ടോ? വരകളെല്ലാം പടച്ചോൻ വരച്ചിട്ടുണ്ട്. ആ പടച്ചോൻ വരച്ച വരയാണ് ഉമ്മ കാണിച്ചു കൊടുക്കുന്നെങ്കിൽ ഓക്കെ. അല്ലാണ്ട് ഉമ്മക്കായിട്ടൊരു വര വരക്കാനൊന്നും ഇസ്ലാമിൽ വകുപ്പില്ല. ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ ഉമ്മ. അതുകൊണ്ടാണ് ഞാൻ അതന്നെ പ്രത്യേകം എടുത്ത് പറഞ്ഞ്. വാപ്പയായാലും ഭർത്താവ് ഒരു വര വരക്കുക, ആ പടച്ചോൻ വരച്ച വരക്ക് അപ്പുറം ഭർത്താവ് ഒരു വര വരച്ചു കൊടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ മക്കൾക്കൊരു വര വാപ്പ വരക്കുക, അങ്ങനെ ഒന്നും ഇസ്ലാമിലില്ല. എല്ലാ വരകളും വരച്ചിട്ടുള്ളത് അള്ളാഹുവാണ്, അത് പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹിന്റെ ഹബീബാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ വരയിൽ നിന്ന് തെറ്റാൻ ഭാര്യക്ക് പാടില്ല, ഭർത്താവിന് പാടില്ല. എല്ലാവരും അവരവരുടെ ചുമതലകൾ കൃത്യമായി നിർവഹിച്ചാൽ ആ വീട്ടിൽ സമാധാനം ഉണ്ടാകും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത്. ഉദാഹരണത്തിന് എൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെ, ഒരു പുരുഷന്, ഞാനാകുന്ന പുരുഷന് എൻ്റെ ഭാര്യയോട് ചില ബാധ്യതകളുണ്ട്. ആ ബാധ്യതകൾ ഞാൻ തീരുമാനിച്ചതല്ല, ഞാൻ എഴുതി ഉണ്ടാക്കിയതല്ല. അത് ഞാൻ അവൾക്ക് നൽകണം, അത് അവളുടെ അവകാശമാണ്. ഒരു കാര്യം തന്നെയാണ്. ഉദാഹരണത്തിന് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണം. ഞാൻ എന്ന വ്യക്തിയല്ല, ഒരു പുരുഷൻ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണം. അത് ആ പുരുഷൻ്റെ
ബാധ്യതയാണ്, നിർബന്ധ ബാധ്യതയാണ്. അത് ലഭിക്കൽ സ്ത്രീയുടെ അവകാശമാണ്. അപ്പൊ എൻ്റെ ബാധ്യത, എൻ്റെ പുരുഷന്റെ ബാധ്യത അവൻ്റെ ഭാര്യയുടെ അവകാശമാണ്. ഇനി സ്ത്രീ അവളുടെ ഭർത്താവിനെ അനുസരിക്കണം. അതെങ്ങനെയാണ്, ഏത് ലെവലിലാണ് ഒക്കെ പടച്ചു മറിച്ചിട്ടുണ്ട്. ഭർത്താവ് തോന്നിയ പോലെ ഒരു തീരുമാനം എടുക്കുക, ഭർത്താവിന് അങ്ങനെ ഇഷ്ടമുള്ള പോലെ ചെയ്യാനൊന്നും ഇസ്ലാമിൽ വകുപ്പില്ല. എല്ലാം പടച്ചവന്റെ തീരുമാനമാണ്. ആ തീരുമാനത്തിന് അനുസരിച്ച് ഭാര്യ ഭർത്താവിനെ അനുസരിച്ചോളണം. ആ അനുസരണം ഭാര്യയുടെ ബാധ്യതയാണ്. ആ അനുസരണം ഭർത്താവിനുള്ള അവകാശമാണ്. ഇത് യഥാവിധി നിർവഹിക്കപ്പെടാതെ വരുമ്പോൾ കാര്യങ്ങൾ പിന്നെ കീക്കാൻ തൂക്കാവും. അത്തരം വീടുകളിൽ ഒരു സമാധാനം ഉണ്ടാകില്ല. ഓരോരുത്തരും അവരവരുടെ കാര്യം ആലോചിച്ചാൽ മതി. ഇപ്പോൾ അവരവരുടെ വീടിൽ എങ്ങനെയാണെന്ന് ആലോചിച്ചാൽ മതി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വറജുലു റാഇൻ, ഒരു പുരുഷനാണ് ഫി അഹ്ലി, അവന്റെ കുടുംബത്തിന്റെ ചുമതല പുരുഷന്മാർക്കാണ്, ഭർത്താക്കന്മാർക്കാണ്. ഭർത്താവ് ആ ചുമതല നിർവഹിക്കുന്നില്ലെങ്കിൽ നമ്മൾ മുഖ്യമന്ത്രിയെ വിമർശിക്കൂലേ, ആഭ്യന്തരമന്ത്രിയെ വിമർശിക്കൂലേ, ആരോഗ്യമന്ത്രിയെ വിമർശിക്കാറില്ലേ? എല്ലാ മന്ത്രിമാരെയും വിമർശിക്കാൻ നമുക്ക് ഭയങ്കര ഉശിരാണല്ലോ, തെറ്റുകളും കുറവുകളും ഒക്കെ ചൂണ്ടിക്കാണിക്കാൻ. എന്നാൽ കുടുംബമാകുന്ന ഒരു വകുപ്പ് നിന്റെ കയ്യിൽ പടച്ച റബ്ബി ഏൽപ്പിച്ചിട്ട് എത്ര ഭംഗിയായിട്ട് നിനക്കത് കൊണ്ടു നടക്കാൻ കഴിയുന്നുണ്ട്. വറജുലു, ഒരു ഭർത്താവാണ്, പുരുഷനാണ്, റാഇൻ ഫി അഹ്ലി, ആ കുടുംബത്തിന്റെ ഉത്തരവാദി, ആ കുടുംബത്തിന്റെ ചുമതല ഭർത്താവിനാണ്. വമസ്ഊലുൻ അൻ റഅയതി, അതിനെക്കുറിച്ച് അവരോട് ചോദിക്കും. വൽ മർഅതു റാഇയത്തുൻ ഫി ബൈതി സൗജിഹാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ ഭാര്യ അവളാണ് റാഇയത്തുൻ ഫി ബൈതി സൗജിഹാ, അവളുടെ ഭർത്താവിൻ്റെ വീടിൻ്റെ ചുമതല പെണ്ണിനാണ്. എങ്ങനെ? കുടുംബം എന്ന് പറയുന്ന മൊത്തത്തിൽ അതിൻ്റെ ചുമതല ഇപ്പോൾ മുഖ്യമന്ത്രിക്കാണ്, ഒരു ഗവൺമെന്റിന്റെ മുഴുവൻ ചുമതലയെങ്കിൽ അതിൽ ഹോം മിനിസ്റ്റർ വേറെ ഉണ്ടാകുമല്ലോ, ആരോഗ്യമന്ത്രി വേറെ ഉണ്ടാകുമല്ലോ. എന്ന പോലെ മൊത്തത്തിൽ ആ കുടുംബത്തിന്റെ ചുമതല ഭർത്താക്കന്മാർക്കാണെങ്കിലും വൽ മർഅതു റാഇയത്തുൻ, പെണ്ണിനാണ് ചുമതല ഫി ബൈതി സൗജിഹാ, അവളുടെ ഭർത്താവിന്റെ വീടിന്റെ ചുമതല പെണ്ണിനാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ പെണ്ണറിയാതെ ആ വീട്ടിലെ ഒരു കാര്യം നടക്കാൻ പാടില്ല. അത് അന്യായമാണ്, അത് അവരുടെ വകുപ്പാണ്. മൂപ്പര് ഇതൊന്നും ആലോചിക്കാതെ വീട്ടിലെ കാര്യങ്ങൾ മൂപ്പര് ഒറ്റ കണ്ട് തീരുമാനിക്കും. ഇപ്പൊ അടുക്കള ഭാഗം ഒരല്പം വലുതാക്കണം. വീട്ടിൽ വെച്ച് കല്ലും മെറ്റലും കമ്പിയൊക്കെ ഇറങ്ങിയപ്പോഴാണ് പെണ്ണ് വിവരം അറിയുന്നത്. അപ്പൊ എന്താ സംഭവം? ഇവളറിയില്ല. തൊട്ടപ്പുറത്തെ പെണ്ണുങ്ങൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും, എൻ്റെ വീട്ടിലെ അടുക്കളൊക്കെ വലുതാക്കാൻ പോകണല്ലേ, നാണകെട്ടില്ലേ ഈ പെണ്ണ്. അപ്പൊ ആ പെണ്ണിനോട് ആലോചിക്കാതെ ചില ആളുകൾ സ്ത്രീകളുമായിട്ട് ആലോചിക്കാറേ ഇല്ല. ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് പറയും. ചില ആളുകൾ മക്കളുമായിട്ട് ആലോചിക്കാറില്ല. കുട്ടികളില്ലേ, കുട്ടികളെ പരിഗണിക്കാറില്ല. 10, 11, 12 വയസ്സൊക്കെ ആയ മക്കളെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങളിൽ നമ്മൾ പരിഗണിക്കണം. പരിഗണന വളരെ പ്രധാനപ്പെട്ടതാണ്. ഭാര്യമാർക്ക് അത് കിട്ടിയില്ലെങ്കിൽ കുടുംബത്തിൽ പ്രശ്നമുണ്ടാകും. ഭർത്താക്കന്മാർക്ക് ലഭിക്കണം, മക്കൾക്ക് ലഭിക്കണം, സഹോദരന്മാർക്ക് ലഭിക്കണം, മാതാപിതാക്കൾക്ക് ലഭിക്കണം. മാതാപിതാക്കൾ പ്രായമായി, വയസ്സായി, അവരൊക്കെ എക്സ്പയറായി. ഇനി ഒരു ഫ്രണ്ടിൽ ഇങ്ങനെ ചാരുകാസേരയിൽ ഇരുത്താനുള്ളതാണ് വാപ്പയും ഉമ്മയും എന്ന് ഒരല്പം മുതിർന്ന മക്കൾ വിചാരിക്കല്ലേ. വാപ്പാക്കും ഉമ്മാക്കും വലിയ റോളുണ്ട് നമ്മുടെ വീട്ടില്, നമ്മുടെ കുടുംബത്തില്. എത്ര പ്രായം ചെന്നാലും നിനക്ക് കുറേ മക്കളൊക്കെ ആയാലും ഉപ്പാനും ഉമ്മാനും മറക്കല്ലേ. ഒരു ചെറുപ്പക്കാരൻ ഗൾഫിൽ ഉണ്ടായ ഒരു സംഭവമാണ്. ഒരു ചെറുപ്പക്കാരൻ, അവനും ഭാര്യയും 4-5 വയസ്സോ പ്രായമുള്ള മകളും കൂടെ ഷോപ്പിങ്ങിന് പോയി.
പെട്ടെന്ന് ആ തിരക്കിൽ മകള് മിസ്സായി. നമ്മളെ കാണാൻ ഒന്ന് ആലോചിച്ച് നോക്ക്, കുട്ടിയെ കാണാനില്ല. നമ്മുടെ മക്കളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് വേണം ഇത്തരം വിഷയങ്ങൾ കേൾക്കാൻ. കുട്ടിനെ കാണാനില്ല, നെട്ടോട്ടമായി, പരക്കമ്പാച്ചിലായി, അറിയിക്കേണ്ട അടുത്തൊക്കെ അറിയിച്ചു, ആകെ ബേജാറായി. അങ്ങനെ 2 മണിക്കൂർ നേരത്തെ ആ ഒരു അവസ്ഥ നമ്മൾ ആലോചിക്കണം. 2 മണിക്കൂർ നേരത്തെ ബേജാറിന് ശേഷം കുട്ടിയെ കിട്ടി. പെട്ടെന്ന് ഇവര് ഭാര്യയും ഭർത്താവും കുട്ടിയൊക്കെ കൂടി ഫ്ലാറ്റിലേക്ക് മടങ്ങി. അവിടെ എത്തിയിട്ട് ഭർത്താവ് പറഞ്ഞു, ഞാനിപ്പോൾ വരാം, നിങ്ങളോടൊക്കെ ഇപ്പോൾ പെട്ടെന്ന് ധൃതിപ്പെട്ട് അത്യാവശ്യമുണ്ട്. എന്നാലും എന്താണ് അത്യാവശ്യം? അദ്ദേഹം പറഞ്ഞു, ഞാൻ ട്രാവൽസിലൊന്ന് പോകണം, ഒരു ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റോ? എവിടേക്ക് ഇപ്പോൾ ടിക്കറ്റ്? എനിക്കൊന്ന് വീട്ടിൽ പോകണം. എന്താ പെട്ടെന്നൊരു വീട്ടിൽ പോക്ക്? ഇതുവരെ നമ്മൾ പറയാത്ത, ചർച്ച ചെയ്യാത്ത, ആലോചിക്കാത്തൊരു കാര്യം, നിങ്ങൾ പെട്ടെന്ന് വീട്ടിലേക്കൊരു പോക്ക്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് എൻ്റെ ഉമ്മാനൊന്ന് കാണണം. അല്ല, എൻ്റെ ഉമ്മാക്ക് എന്നെ ഒന്ന് കാണിക്കണം. 2 മണിക്കൂർ നേരത്തേക്ക് എൻ്റെ കുട്ടിയെ കാണാതിരുന്നപ്പോൾ ഞാൻ അനുഭവിച്ചൊരു വേദന ഉണ്ട്. അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു വേദനയാണ്. 2 കൊല്ലമായിട്ട് എൻ്റെ ഉമ്മ എന്നെ കണ്ടിട്ടില്ല. ആ ഉമ്മയുടെ മോനല്ലേ ഞാൻ. ആ ഉമ്മാക്ക് എത്ര പൂതിയുണ്ടാവും എന്നൊന്ന് കാണാൻ. എത്ര ആശിച്ച്, എത്ര പുന്നാരിച്ച് വളർത്തിയതാണ് എൻ്റെ ഉപ്പയോ എൻ്റെ ഉമ്മയോ എന്നെ. ഇപ്പൊ ഞാൻ വലിയ മോനും എനിക്ക് വലിയ കുടുംബമൊക്കെ ആയപ്പോൾ അവനങ്ങോട്ട് ചിറകൊക്കെ വെച്ച് പറന്നങ്ങോട്ട് പോയി. ഉമ്മക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, പറഞ്ഞാൽ നിങ്ങൾ വരൂല, നിങ്ങൾ ചിലപ്പോൾ ചൂടാകും, ദേഷ്യപ്പെടും. അതുകൊണ്ട് ഉമ്മ മിണ്ടാതിരിക്കാണ്. അതുകൊണ്ട് അവർക്ക് ആഗ്രഹം ഉണ്ടാകൂലേ. അതുകൊണ്ട് എൻ്റെ ഉമ്മാക്ക് എന്നെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ എനിക്ക് ഇപ്പൊ തന്നെ പോകണം വീട്ടിലേക്ക് എന്ന് പറഞ്ഞ മകന്റെ കഥ. ഞാൻ പറയുന്നു, മുതിർന്ന 40 50 ഒക്കെ വയസ്സായ മക്കള്, നിങ്ങൾക്ക് കുട്ടികളൊക്കെ ആയി, കുടുംബമൊക്കെ ആയി, അതിനിടയിൽ മറക്കല്ലേ നമ്മുടെ ഉപ്പാനെയും ഉമ്മാനെയും. നമ്മുടെ കാറില്ലേ, കാർ ഓടിക്കാറുള്ള ആളുകളല്ലേ നമ്മളൊക്കെ. കാറിന് എത്ര മിററുണ്ട്? 3 മിററുണ്ടല്ലേ. എന്തിനാ ഈ 3 കണ്ണാടി കാറിന് വെച്ചിട്ടുള്ളത്? നമ്മളെ മൊഞ്ച് കാണാനാണോ? അല്ല. അത് മുന്നിലുള്ള എന്തെങ്കിലും കാണാനാണോ? അല്ല. 3 മിററും ബാക്കിലും സൈഡിലും ഒക്കെ ഉള്ളത് കാണാനാ. കാരണം എന്താ അറിയോ? ബാക്കും സൈഡും ഒക്കെ കാണുമ്പോഴേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. നമ്മൾ ചില ആളുകളൊക്കെ ഓവർടേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അവർക്ക് നമ്മളെപ്പോലെ നടക്കാൻ കഴിയുന്നില്ല, നമ്മുടെ കൂടെ എത്തിപ്പെടാൻ കഴിയുന്നില്ല, നമ്മളെപ്പോലെ ഓടാൻ കഴിയുന്നില്ല. നമ്മളെക്കാൾ വേഗത്തിൽ ഓടിയിരുന്നവരാ അവരൊക്കെ. ആ ഉപ്പാനെ ഉമ്മാനെയൊക്കെ ഓവർടേക്ക് ചെയ്ത് നിങ്ങൾ പോയപ്പോൾ ഇടയ്ക്ക് ആ കണ്ണാടി കൂടെ ഒന്ന് നോക്കണേ. ആ കണ്ണാടിയിലൂടെ നമ്മുടെ പിന്നിലുള്ള, നമ്മളോടൊപ്പം ഓടാൻ കഴിയാത്തത് കൂടി കാണുമ്പോഴേ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയൂ. അതുകൊണ്ട് ഉമ്മാനെയും ഉപ്പാനെയും വയസ്സാകും തോറും അവർ തന്തവൈബ് എന്നൊക്കെ പറഞ്ഞ് ബാപ്പാനെ ഉമ്മാനൊക്കെ മാറ്റിയെടുത്ത മക്കളില്ലേ. വീട്ടിലേക്ക് ചില ഗസ്റ്റൊക്കെ വരുമ്പോൾ, ഫ്രണ്ട്സൊക്കെ കടന്നു വരുമ്പോൾ, ഇതാണ് എൻ്റെ ഉപ്പ, കർഷകനായ ഉപ്പ, ചുക്കിച്ചുളങ്ങിയ തൊലിയുള്ള എൻ്റെ ഉപ്പ, കറുത്തിരുണ്ട മുഖമുള്ള എൻ്റെ ഉപ്പ, ഇതെൻ്റെ ഉപ്പയാണ് എന്ന് പറയാൻ അന്തസ്സും അഭിമാനവും അനുവദിക്കാത്ത മക്കള് ഇല്ലേ? ചില അങ്ങനെ തോന്നാറില്ലേ? കാണിച്ചു കൊടുക്കണം, ഈ ഉപ്പയാണ് എന്നെ ഉപ്പയാക്കിയത്. ആ ഉപ്പ ഇല്ലാതായെങ്കിലേ അപ്പോഴേ അറിയുള്ളൂ ഒരു ഉപ്പയുടെയും ഉമ്മയുടെ ഒക്കെ കഷ്ടപ്പാട്. അതുകൊണ്ട് എല്ലാവരെയും പരിഗണിക്കുന്ന ഭാര്യയെ പരിഗണിക്കണം, മക്കളെ പരിഗണിക്കണം. ഞാൻ ഓരോന്നായി പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരാൾക്കും ഒരാളുടെയും അവകാശം കവർന്നെടുത്ത് കൊടുക്കരുത്. ഭാര്യക്കുള്ള അവകാശം കവർന്നെടുത്തിട്ടല്ല ഉമ്മാക്കും വാപ്പാക്കും നൽകേണ്ടത്. എന്നാൽ ഉപ്പാടെയും ഉമ്മാടെയും അവകാശം അവരെ മറന്നുകൊണ്ട് അതെടുത്ത് പെണ്ണുങ്ങൾക്കും ഭർത്താവിനും കൊടുത്തിട്ടും കാര്യമില്ല, ബർക്കത്തില്ല അതിൽ. ഓരോരുത്തരെയും കൃത്യമായി പരിഗണിച്ചാൽ സന്തോഷമുള്ള, സമാധാനമുള്ള, സക്കീനത്തുള്ള വീടുണ്ടാവും. ഇല്ലെങ്കിൽ ആ വീടിന് എന്താ പറയാ? ബൈത്തുൻ. സിമന്റ് കൊണ്ടോ കല്ല് കൊണ്ടോ കമ്പി കൊണ്ടോ മണ്ണ് കൊണ്ടോ ഒക്കെ ഉണ്ടാക്കിപ്പെട്ട ഒരു വാർപ്പ്, അത്രയേ ഉള്ളൂ. ഒരു സമാധാനവും ആ വീട്ടിലില്ല. സമാധാനമുണ്ടെങ്കിൽ അതിന് മസ്കൻ എന്ന് പറയും.
മസ്കനാകുമ്പോഴാണ് സക്കീന എന്നൊക്കെ പറയുന്നത്. സക്കീന സക്കീന എന്ന് പറഞ്ഞാൽ ശാന്ത എന്നാണ് അതിൻ്റെ അർത്ഥം, ശാന്തത. ആ സക്കീനത്തോടു കൂടി പാർത്തോളൂ എന്നാണ് ആദം നബിയോടും ഹവ്വാ ബീവിയോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, യാ ആദം, ആദമേ, ഉസ്കുൻ അൻത വ സൗജുകൽ ജന്ന, നീയും നിന്റെ ഇണയും സമാധാനത്തോടു കൂടി ഈ സ്വർഗത്തിൽ പാർത്തുകൊള്ളുക, സമാധാനത്തിന്റെ കേന്ദ്രമാകണം. അതിന് ഉപകരിക്കുന്ന ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ചകളിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നല്ല ഭർത്താവ് എങ്ങനെ ആവണം, ചുരുക്കിയേ പറയൂ. നല്ല ഭാര്യ എങ്ങനെ ആകും, ഒരു നല്ല ഉമ്മ ആകാൻ ഇസ്ലാം എന്തൊക്കെയാണ് പറയുന്നത്, ഒരു നല്ല വാപ്പ എങ്ങനെയാകാം, എങ്ങനെ നല്ല മകനും മകളുമാകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും ഉണ്ടാക്കി തരുമാറാകട്ടെ. സക്കീനത്തുള്ള കേന്ദ്രങ്ങളാക്കി, മസ്കനുകളാക്കി റഹ്മാനായ റബ്ബ് നമ്മുടെ വീടുകളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ഇണക്കമുള്ള ഭാര്യയും ഭർത്താവും മക്കളും മാതാപിതാക്കളും ഒക്കെ തമ്മിൽ നല്ല ഇണക്കവും ഐക്യവുമുള്ള സക്കീനത്തുള്ള വീടാക്കി, കുടുംബമാക്കി നമ്മുടെ കുടുംബങ്ങളെ റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.